PSC എക്സാംസിന് വേണ്ടി പഠിക്കുമ്പോൾ നമ്മൾ നോട്ട്സ് തയ്യാറാക്കാറുണ്ട് അല്ലേ? പക്ഷേ ഈ നോട്ട്സ് നമ്മൾ വെറുതെ എസ്സേ എഴുതുന്ന പോലെ സെൻറ്റൻസ് വലിച്ചു നീട്ടി എഴുതിയാൽ എന്ത് പറ്റും? പഠിക്കുന്ന സമയത്ത് ഈ നോട്ട്സ് നോക്കുമ്പോൾ നമുക്ക് ബോറടിക്കും. അല്ലാതെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന വിധത്തിൽ നോട്ട്സ് എങ്ങനെ എഴുതാം എന്ന് നമുക്കൊന്ന് പഠിക്കാം. എക്സാമ്പിളായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഹിസ്റ്ററിയിലെ ഒരു ടോപ്പിക്കാണ്, ബാറ്റിൽ ഓഫ് പ്ലാസി. SCRT ടെക്സ്റ്റ് ബുക്കിലെ ബാറ്റിൽ ഓഫ് പ്ലാസിയെ പറ്റി പറയുന്ന ചാപ്റ്ററാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം വായിക്കുന്നു, ഈ ടോപ്പിക്ക് വായിക്കുന്നു, അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്യുന്നു. ഇപ്പോൾ ഇതിൽ ഞാൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ബാറ്റിൽ ഓഫ് പ്ലാസിയെ പറ്റി പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോട്ട്സായിട്ട് എഴുതണം. നോട്ട്സ് എഴുതുന്ന സമയത്ത് വെറുതെ സെൻറ്റൻസ് അതുപോലെ തന്നെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അത് പിന്നീട് വായിക്കുമ്പോൾ ബോറടിക്കുന്നതായിട്ട് തോന്നും. അങ്ങനെ തോന്നാതെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നണമെങ്കിൽ നമുക്കിതാ ഇതുപോലെ ചാർട്ട് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്കിതിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഈ പോയിൻറ്റ്സിൽ പറഞ്ഞിരിക്കുന്നത്, ഇതിൽ പറഞ്ഞിരിക്കുന്നത് ബാറ്റിൽ ഓഫ് പ്ലാസി നടന്ന വർഷം പറഞ്ഞിട്ടുണ്ട്, 1757. പിന്നെ ഇതാരൊക്കെ തമ്മിലാണ് നടന്നത്? ബ്രിട്ടീഷുകാരും ബംഗാൾ നവാബായിരുന്ന സിറാജുദ്ദൗളയും തമ്മിലാണ്. ഇതിൽ വിജയിച്ചത് ബ്രിട്ടീഷുകാരാണ് വിജയിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ ഈ ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ വിജയിക്കാനുള്ള കാരണം, അതിന് പിന്നിലൊരു രഹസ്യ ധാരണ നടന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന റോബർട്ട് ക്ലൈവും സിറാജുദ്ദൗളയുടെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന മിർ ജാഫറും തമ്മിൽ ഒരു രഹസ്യ ധാരണ ഉണ്ടാക്കി. അങ്ങനെയാണ് ബ്രിട്ടീഷുകാർക്കിതിൽ വിജയിക്കാൻ സാധിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലെ പോയിൻറ്റ്സ്. ഇത് നമ്മൾ ചാർട്ടായിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ബാറ്റിൽ ഓഫ് പ്ലാസി നടന്ന വർഷം 1757, നടന്ന ആരൊക്കെ തമ്മിലാണ്? ബംഗാൾ നവാബായിരുന്ന സിറാജുദ്ദൗളയും ബ്രിട്ടീഷുകാരും തമ്മിൽ. ബ്രിട്ടീഷുകാരുടെ കമാൻഡർ ഇൻ ചീഫ് ആരായിരുന്നു? റോബർട്ട് ക്ലൈവ്. പിന്നെ ഇതിൽ വിജയിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരാണ് വിജയിച്ചത്. വിജയത്തിന് പിന്നിൽ നടന്ന രഹസ്യധാരണയെക്കുറിച്ചും ഇവിടെ എഴുതിയിട്ടുണ്ട്. റോബർട്ട് ക്ലൈവും മിർ ജാഫറും തമ്മിൽ നടന്ന രഹസ്യധാരണ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നോട്ട്സ് എഴുതാം. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ സെൻറ്റൻസ് പോലെ എഴുതി വെക്കുന്നതിനെക്കാട്ടിലും നമുക്ക് ഇൻട്രസ്റ്റിംഗും ആയിരിക്കും, ഈസിയായിട്ട് പഠിക്കാനും പറ്റും. അപ്പോൾ ഇനി നിങ്ങളെല്ലാവരും നോട്ട്സ് തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ, ഇതിപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഐഡിയയിൽ ഞാൻ എഴുതിയെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിലും നല്ല ഐഡിയാസ് കാണും. അപ്പോൾ ആ രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോട്ട്സ് ഒന്ന് തയ്യാറാക്കി പഠിച്ചു നോക്കൂ. കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ ഓർത്തിരിക്കാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.